നമസ്കാരം. എണ്ണ ശുദ്ധീകരണശാലയെ അഗ്നിഗോളമാക്കി ഡ്രോണുകൾ. മോസ്കോയ്ക്കു നേരെ രക്തച്ചൊരിച്ചിൽ നടത്തുന്ന ഉക്രൈൻ. വ്ളാഡിമിർ പുടിൻ എന്ന് പറയപ്പെടുന്ന റഷ്യൻ പ്രസിഡന്റിനെ നാണം കെടുത്തിക്കൊണ്ട് മോസ്കോയ്ക്ക് നേരെ യുക്രൈന്റെ കനത്ത പ്രഹരമുണ്ടാകുന്നു. എണ്ണ ശുദ്ധീകരണശാലയെ അഗ്നിക്കിരയാക്കി ഡ്രോണുകളുടെ ആക്രമണം ഉണ്ടാകുന്നു. അവസാനം യുദ്ധം റഷ്യൻ മണ്ണിലേക്ക് പടർന്നു കയറുമ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് കനത്ത നാണക്കേടും തിരിച്ചടിയും നൽകിക്കൊണ്ട് റഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള മോസ്കോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ യുക്രൈൻ വൻ ഡ്രോൺ ആക്രമണം നടത്തി. ഫ്രാൻസിൽ ലോക നേതാക്കൾ പങ്കെടുക്കുന്ന G7 ഉച്ചകോടി നടക്കുന്ന അതേ സമയത്താണ് റഷ്യൻ തലസ്ഥാനത്തെ വൻ സുരക്ഷാ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെപ്പോലും വെട്ടിച്ചുകൊണ്ട് ഉക്രൈൻ ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നതാണ്. റഷ്യൻ ഭരണകൂടത്തിന്റെ ആസ്ഥാനമായിട്ടുള്ള ക്രെംലിനിൽ നിന്നും വെറും 10 മൈൽ മാത്രം അകലെയുള്ള കബോത്തിന്യ എന്ന് പറയപ്പെടുന്ന എണ്ണ ശുദ്ധീകരണശാലയിലാണ് ആക്രമണത്തെ തുടർന്ന് വലിയ തീപിടുത്തം തന്നെ ഉണ്ടായത്. അഗ്നിഗോളമായി തീർക്കപ്പെട്ട ഒരു എണ്ണ ശുദ്ധീകരണശാല. റിഫൈനറിൽ നിന്ന് ഉയർന്ന ഭീമാകാരമായിട്ടുള്ള പുകപടലങ്ങൾ മോസ്കോ നഗരത്തെ ആകെ മൂടിക്കെട്ടിയ നിലയിലാക്കി. ഈ ആക്രമണം റഷ്യൻ ഭരണകൂടത്തിന് കടുത്ത ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല. കാരണം റഷ്യയുടെ സാമ്പത്തിക രംഗത്തിന്റെ നട്ടലായിട്ടുള്ള എണ്ണ നിലയങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഉക്രൈന്റെ നീക്കങ്ങൾ ഇപ്പോൾ റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായിട്ട് ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. കൂടാതെ റഷ്യ പിടിച്ചടക്കിയ ക്രിമിയർ മേഖല പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുവാൻ പുടിന് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം വരെ ഇതോടൊപ്പം ഉയർന്നു കേൾക്കുന്നുണ്ട്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻകരുതലായിട്ട് മോസ്കോയിലെ പ്രമുഖ 4 വിമാനത്താവളങ്ങളുടെയും, അതായത് ഈ ഡൊമോഡോവോ, മറ്റൊന്ന് ഷെറോമറ്റീവോ, മറ്റൊന്ന് ബ്നൂക്കോവോ, ഷുക്കോവസ്കി എന്ന് പറയപ്പെടുന്ന 4 വിമാനത്താവളങ്ങൾ. ഈ 4 വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് റഷ്യൻ തലസ്ഥാനത്തെ വ്യോമഗതാഗതത്തിൽ വലിയ രീതിയിലുള്ള യാത്രാക്ലേശവും ഒപ്പം തന്നെ പ്രതിസന്ധിയും സൃഷ്ടിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ ഈ പ്രാതൽ കഴിക്കുന്ന സമയത്താണ് മോസ്കോ നഗരത്തിലേക്ക് ഡ്രോണുകൾ ഇരച്ചു കയറി തുടങ്ങിയത്. 4 വർഷമായിട്ട് തുടരുന്ന ഈ യുദ്ധത്തിനിടയിൽ മോസ്കോ നഗരത്തിന് നേരെ ഉണ്ടാകുന്ന ഏറ്റവും ശക്തവും ഒപ്പം തന്നെ കനത്തതുമായിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം നടന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലെ നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ G7 ഉച്ചകോടിയിലേക്ക് പോകുന്നതിനിടയിൽ യുക്രൈൻ മുന്നോട്ട് വെച്ച പുതിയ സമാധാന ചർച്ചയ്ക്കുള്ള നിർദ്ദേശം വ്ളാഡിമിർ പുടിൻ പൂർണ്ണമായിട്ട് നിരസിച്ചതായിട്ട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് മോസ്കോയിൽ ഈ സ്ഫോടനം തന്നെ ഉണ്ടാകുന്നത്. യുദ്ധം അവസാനിപ്പിക്കുവാൻ യഥാർത്ഥ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്ന ഏത് വേദിയിൽ വെച്ച് വേണമെങ്കിലും പുടിനുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് തങ്ങൾ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ പുടിൻ അതിലൊട്ടും താല്പര്യമില്ലെന്നുമാണ് സെലൻസ്കി പറയുന്നത്. റഷ്യ ഉൾപ്പെടെയുള്ള എല്ലാ ജനാധിപത്യ രാജ്യങ്ങളെയും ഉൾപ്പെടുത്തി G7 ഉച്ചകോടിയുടെ ഇടനാഴിയിൽ വെച്ച് ഒരു ചർച്ച നടത്തുന്നതിനെ കുറിച്ച് തങ്ങൾ അമേരിക്കയോടും ഫ്രാൻസിനോടും സംസാരിച്ചിരുന്നു എന്നുകൂടി പറയുമ്പോഴും എന്നാൽ പുടിൻ അതിൽ വലിയ താല്പര്യമില്ല എന്നും പിന്മാറുകയാണ് ഉണ്ടായതെന്ന് സെലൻസ്കി വ്യക്തമാക്കുകയാണ്. കുറഞ്ഞതൊരു 60 ഉക്രൈൻ ഡ്രോണുകളെങ്കിലും വെടിവെച്ചിട്ടതായിട്ട് പുടിന്റെ അടുത്ത അനുയായി മോസ്കോ മേയറുമായിട്ടുള്ള സെർജി സോബിയാനിൻ അവകാശപ്പെടുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. എങ്കിലും എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതായിട്ട് സംബന്ധിച്ച് അദ്ദേഹം സംഭവത്തിൽ ആർക്കും പരിക്കേറ്റില്ലെന്നും അടിയന്തര രക്ഷാസേനകൾ സ്ഥലത്തെത്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. ഈ പോയ ദിവസം തിങ്കളാഴ്ച റഷ്യ ഉക്രൈൻ തലസ്ഥാനമായിട്ട് കീവിൽ നടത്തിയ കടുത്ത മിസൈൽ ഡ്രോൺ ആക്രമണത്തിനുള്ള മറുപടിയായിട്ടാണ് ഉക്രൈൻ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അന്ന് ആ റഷ്യൻ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 11ാം നൂറ്റാണ്ടിലെ പ്രശസ്തമായിട്ട് വലിയൊരു പള്ളിക്ക് വലിയ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു. ആക്രമണം നേരിട്ട ഈ കബോത്നിയ റിഫൈനറി എന്ന് പറയപ്പെടുന്ന റഷ്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒന്നാണ്. മോസ്കോ നഗരത്തിലെ ആകെ ഇന്ധന വിപണിയുടെ 40% മോസ്കോയും അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളുടെയും ഒക്കെ പെട്രോൾ ആവശ്യങ്ങളുടെ 70% നിറവേറ്റുന്നത് ഈ എണ്ണ ശുദ്ധീകരണശാലയാണ്. മോസ്കോ നഗരത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അടുത്തിടെ കൂടുതൽ ശക്തമാക്കിയിട്ടും ഉക്രൈൻ ഡ്രോണുകൾ നഗരത്തിന് മുകളിലൂടെ ഭീഷണി ഉയർത്തി പറന്ന് ഈ സുരക്ഷാ വലയം തകർക്കുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട്. പ്രതിരോധത്തിന്റെ കാര്യത്തിൽ റഷ്യയിൽ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന റിഫൈനറിയാണ് ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇതോടൊപ്പം മോസ്കോയുടെ പരിസര പ്രദേശമായിട്ടുള്ള ഇലക്ട്രോസ്റ്റാലിൽ വെടിവെച്ചിട്ട ഒരു ഡ്രോൺ ജനവാസമുള്ള കെട്ടിടത്തിന് മുകളിലും മറ്റൊന്ന് കോട്ടൽനിക്കി ജില്ലയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന് മുകളിലും പതിക്കുകയും ചെയ്തു. ഇതിനു പുറമെ യുദ്ധമുന്നണിയിൽ നിന്നും ഏകദേശം 240 മൈൽ അകലെയുള്ള ക്രാസ്നോദർ മേഖലയിൽ പോൾട്ടാവ എന്ന ഗ്രാമത്തിലെ വലിയൊരു ഇന്ധന സംഭരണശാലയ്ക്ക് അതിനു നേരെയും ഉക്രൈൻ ആക്രമണം നടത്തിയതാണ്. മോസ്കോയ്ക്ക് 150 മൈൽ വടക്കുള്ള യാരാസ്ലോ മേഖലയിലെ ബാൾട്ടിക് പൈപ്പ് ലൈൻ സിസ്റ്റത്തിലെ പ്രധാന പമ്പിംഗ് സ്റ്റേഷനായിട്ടുള്ള പാൽക്കിനോയും ഉക്രൈൻ തകർത്തിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 3 എണ്ണ ഉൽപാദക രാജ്യങ്ങൾ ഒന്നായിട്ട് കൂടി ഉക്രൈന്റെ ഇത്തരം തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ കാരണം റഷ്യയിലെ 25ഓളം പ്രദേശങ്ങൾക്ക് അടുത്ത ഇന്ധനക്ഷാമം
അനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. പലയിടങ്ങളിലും ഇന്ധനത്തിന് റേഷനിങ് വരെ ഏർപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നു. റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളായിട്ടുള്ള ക്രിമിയയിലേക്കുള്ള ഇന്ധന വിതരണവും യുക്രൈൻ ഇപ്പോൾ വലിയ രീതിയിൽ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ധന ടാങ്കറുകൾ, ട്രക്കുകൾ, പ്രധാന പാലങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് യുക്രൈൻ ആക്രമണം നടത്തുന്നത് പോലും. നോവാഖാക്കോക്കയിൽ നിന്നും ഏകദേശം മെലിറ്റോപോളിലേക്കുള്ള പാതയിൽ വെച്ച് റഷ്യൻ സൈന്യത്തിന്റെ ഇന്ധന ട്രക്ക് യുക്രൈൻ ബോംബിട്ട് തകർക്കുന്നതിന് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു കഴിഞ്ഞു. ഇതോടെ കരിങ്കടൽ പെനിൻസുലിയായ ക്രിമിയയിലേക്കുള്ള ഇന്ധന നീക്കം പൂർണ്ണമായിട്ടും നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്. ഇവിടെ ഫ്രാൻസിലെ ഏവിയാൻ ലെസ് ബെയിൻസിൽ നടക്കുന്ന G7 ഉച്ചകോടി വേദിയിൽ വെച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മോസ്കോയ്ക്ക് നേരെ ഉണ്ടായ ഈ വൻ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഔദ്യോഗികമായിട്ട് ഏറ്റെടുക്കുകയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സായുധ സേനയ്ക്കും സുരക്ഷാ വിഭാഗങ്ങൾക്കും നന്ദി അറിയിക്കുകയും ചെയ്തു. 300 മൈലിലധികം അകലെയുള്ള ലക്ഷ്യസ്ഥാനമാണ് യുക്രൈൻ സൈന്യം കൃത്യമായിട്ട് തകർത്തത്. സ്വന്തം ജനങ്ങൾക്ക് നേരെയുള്ള റഷ്യൻ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുവാൻ പുടിനെ നിർബന്ധിതനാക്കണമെങ്കിൽ ഉക്രൈന്റെ ഇത്തരം ദീർഘദൂര ആയുധങ്ങൾ കൊണ്ടുള്ള ആക്രമണങ്ങൾ അത്യാവശ്യമാണ് എന്നും യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്ന റഷ്യയുടെ കൃത്യമായിട്ടുള്ള മറുപടിയാണിത് എന്നും റഷ്യക്ക് കൊടുക്കുന്ന മറുപടിയാണിത് എന്നും കൂടി സെലൻസ്കി പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം റഷ്യ കഴിഞ്ഞ രാത്രിയിലും ഉക്രൈൻ നേരെ 2 ഇസ്കന്ദർ എം ബാലിസ്റ്റിക് മിസൈലുകളും 132 ഡ്രോണുകളും ഉപയോഗിച്ച് കടുത്ത ആക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. സാധാരണക്കാരുടെ വീടുകൾക്ക് നേരെ ഉണ്ടായി റഷ്യൻ ആക്രമണത്തിൽ 8 പേർക്ക് വരെ പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ റഷ്യയും ഉക്രൈൻ തമ്മിലുള്ള യുദ്ധത്തിന് അവസാനമാകുന്നില്ല എന്നുള്ളതാണ്. ഏകദേശം 4 വർഷം പിന്നിടുമ്പോഴും യുദ്ധം എങ്ങും എത്താതായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക്. ഇനിയുള്ള ദിവസങ്ങൾ ഉക്രൈന്റെ ഇത്തരത്തിലുള്ള ആക്രമണം, കാരണം മോസ്കോയിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ വരും ദിവസങ്ങളിലും ഇതൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. റഷ്യൻ പടയെ ഇത്തരത്തിൽ അഗ്നിക്കിരയാക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യം ഉക്രൈൻ ഉണ്ടാക്കാൻ പോകുന്നു. ഇപ്പൊ തന്നെ എണ്ണ ശുദ്ധീകരണശാലയെ അഗ്നിഗോളമാക്കുന്ന തരത്തിലേക്ക് ഏകദേശം 60ഓളം ഡ്രോണുകൾ ഒരേ സമയത്തിന് ആക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മോസ്കോയ്ക്ക് നേരെ നടത്തുന്ന ഈ രക്തച്ചൊരിച്ചിൽ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് റഷ്യയെ. കാരണം ഉക്രൈൻ അത്രത്തോളം ശക്തരായി മുന്നോട്ട് പോകുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് മോസ്കോയിലേക്ക് കടന്നു കയറിയുള്ള ഈ ആക്രമണം.